ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും പല രാജ്യങ്ങളും നിരന്തരം ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും കൂസാക്കാതെ നിന്ന് ഇപ്പോൾ ലബനനിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചെങ്കിൽ അതിന് പിന്നിൽ ഇസ്രയേലിന് ചില ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ട്. ഇസ്രയേലിനെ ആക്രമിക്കാൻ മൂന്നാമംഗത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഇറാന് നേരെ തന്റെ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഇസ്രയേലിന്റെ ഒരു തന്ത്രം മാത്രമാണ് ഇപ്പോൾ ലബനനിൽ നടന്നത്. പുള്ളയോ ഹമാസോ ഒന്നുമല്ല തന്റെ യഥാർത്ഥ ശത്രു എന്ന തിരിച്ചറിവ് ഇസ്രയേലിന് വന്നു ചേർന്നിരിക്കുന്നു. അത് ഇറാനാണ്. അതുകൊണ്ട് തന്നെ ഇറാനെ എങ്ങനെയെങ്കിലും നിലം പരിശാക്കുക എന്ന പുതിയ തീരുമാനത്തിന് പിന്നിലാണ് ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രം ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ആദ്യത്തെ പടി മാത്രമാണ് ലബനനിൽ ഇപ്പോൾ പുനഃസ്ഥാപിക്കപ്പെട്ട സമാധാന അന്തരീക്ഷം പോലും. വെടിനിർത്തൽ കരാറിന് തയ്യാറായ ഇസ്രയേലിന്റെ തീരുമാനത്തെ ഇസ്രയേലിലെ ജനത എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് മനസ്സിലാക്കാനായി ഇസ്രയേലിലെ ഒരു പ്രമുഖ ചാനൽ ഒരു പോൾ നടത്തിയിട്ടുണ്ടായിരുന്നു. തീരുമാനത്തിൽ ഇസ്രയേൽ എന്ന രാജ്യം വിജയിക്കുകയാണോ അതോ തോറ്റുമടങ്ങുകയാണോ എന്നായിരുന്നു അവരുടെ ചോദ്യം. ഇസ്രയേലികളുടെ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ 26% ആളുകളും അത് വിജയമാണെന്നും അതേസമയം തന്നെ 61% ആളുകളും അവിടെ ഇസ്രയേൽ എടുത്ത നിലപാട് തെറ്റാണെന്നുമാണ് പറഞ്ഞത്. അതായത് ഭൂരിപക്ഷം ഇസ്രയേലികൾക്കും ഇപ്പോൾ എടുത്ത തീരുമാനം ഇഷ്ടമായിട്ടില്ല എന്നതാണ് ചുരുക്കം. ഇതേ ചോദ്യം നിങ്ങളോടാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ഉത്തരം പറയുക? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ എഴുതണേ. നമ്മളിപ്പോൾ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു ഭാഗത്ത് അതായത് യൂറോപ്പിൽ ഇപ്പോൾ കലുഷിതമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നു എന്നതാണ്. അതായത് നാറ്റോ സഖ്യവും റഷ്യയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഇതാണ് യൂറോപ്പിൽ നിന്നുള്ള വാർത്ത. ഇത്ര നാളും ഉക്രൈനും റഷ്യയും മാത്രമായി നിലനിന്നിരുന്ന ഈ യുദ്ധം നാറ്റോ സഖ്യരാജ്യങ്ങളും ഏറ്റെടുക്കുന്നതോടെ വലിയ യുദ്ധത്തിലേക്ക് എത്തുമെന്ന ഭീകരതയാണ് ഇവിടെ ഉള്ളത്. ഇതിന്റെ ചുവട് പിടിച്ച് പശ്ചിമേഷ്യയിലും സംഘർഷമാണ് നിലനിൽക്കുന്നത്. ഇപ്പൊ നമുക്ക് തോന്നും ലബനനിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുടെ കിരണമാണല്ലോ ലഭിച്ചത് എന്നൊക്കെ. ശരിയാണ്, ലബനനിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് സംഘർഷ ഭൂമിയായിരുന്ന ലബനൻ സ്വാതന്ത്ര്യത്തിലേക്ക് സമാധാനത്തിലേക്ക് കടക്കുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ. എത്രയോ മനുഷ്യർ ഇവിടെ നിന്നും പലായനം ചെയ്തിട്ട് മറ്റിടങ്ങളിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഇവിടെ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് അവർക്ക് സ്വന്തം നാടും വീടും സ്വത്തുവകളും ഒക്കെ ഇവിടെ ഇട്ടിട്ട് ജീവനും കൊണ്ട് ഓടിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അവരെല്ലാവരും സ്വന്തം മണ്ണിലേക്കുള്ള തിരിച്ചുവരവിന്റെ പാതയിലാണ്. മാത്രവുമല്ല, ഇസ്രയേലിന്റെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് നമ്മുടെ ഇന്ത്യയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് യുദ്ധങ്ങളൊന്നും ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യമല്ലല്ലോ നമ്മുടെ ഭാരതം. ഇന്ത്യയുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ആരെയും ചൊറിഞ്ഞിട്ട് യുദ്ധം ഉണ്ടാക്കിയിട്ടുമില്ല. ഈ ചരിത്രം വെച്ച് തന്നെയാണ് നമ്മൾ ലോകരാഷ്ട്രങ്ങളോട് സമാധാനത്തിന് വേണ്ടി പരിശ്രമിക്കണമെന്ന് നിരന്തരം പറയുന്നതും. അതുകൊണ്ട് തന്നെ ഇസ്രയേലിന്റെ ഈ തീരുമാനത്തെ നരേന്ദ്രമോദി സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ഏതായാലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ജനങ്ങൾ ആഘോഷിക്കുകയാണ്. അവർ പടക്കം പൊട്ടിക്കുന്നുണ്ട്. കുറെ ദിവസങ്ങൾക്ക് ശേഷം അവർ ആഹ്ലാദ തിമിർപ്പിലാണ്. ഗാസയിലെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ലബനിലേക്കും ഇസ്രയേൽ കടന്നു ചെന്നത്. ഗാസയിലെ അതേ അവസ്ഥ തന്നെ ലബനും സംഭവിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായ ഘട്ടവുമായിരുന്നു. ലബനനിൽ ഇസ്രയേൽ നേരിട്ടത് ഇറാൻ ഫണ്ട് ചെയ്യുന്ന ഹിസ്ബുള്ള എന്ന സായുധ സംഘടനയായിരുന്നു. മറ്റൊരു ഗാസയാകുമോ ലബനൻ എന്ന ആശങ്ക ലബനൻ ജനതയെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുമുണ്ടായിരുന്നു. എന്തായാലും ഈ തീരുമാനത്തോടെ അതിനൊരു താൽക്കാലിക ആശ്വാസം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പായി. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഇസ്രയേൽ നടത്തുന്ന യുദ്ധത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് അമേരിക്ക തന്നെയാണെന്ന്. ഇപ്പോഴും അമേരിക്കൻ പ്രസിഡന്റായി തുടരുന്ന ബൈഡൻ ഭരണകൂടം നല്ല പിന്തുണയാണ് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ളത്. നിയുക്ത പ്രസിഡന്റ് ട്രംപ് വൈറ്റ് ഹൗസിൽ എത്തുന്നതോടെ കാര്യങ്ങൾ മാറി മറിയാൻ സാധ്യതയുണ്ട് എന്നൊരു ചർച്ച ആഗോളതലത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം വരണമെങ്കിൽ ട്രംപ് പ്രസിഡന്റ് ആകണമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോൾ ഒരു വർഷമായിട്ട് ലബനനിൽ ഹിസ്ബുള്ള ഇസ്രയേൽ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലബനന്റെ സദേൺ പാർട്ടിൽ നിന്ന് ഇതേ തുടർന്ന് നിരവധി ആളുകൾ പലായനം ചെയ്തു പോയിട്ടുമുണ്ട്. അന്ന് പോയവരൊക്കെയാണ് ഇന്ന് തിരികെ എത്തുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ആക്രമണം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും അവിടെ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. സമാധാന അന്തരീക്ഷം തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ വിശേഷം. ഈ സന്തോഷം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു കാര്യം പറയാനുണ്ട്. പെട്ടെന്നൊരു ദിവസം ഇസ്രയേലിന് മനം മാറ്റം സംഭവിക്കുകയും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു എത്തുകയും ചെയ്യുന്നത് വെറുതെയാണെന്ന് കരുതരുത്. വ്യക്തമായ കാരണങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഈ വിഷയത്തിൽ പറയാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയിൽ ഇപ്പോൾ സംഭവിക്കുന്ന ഭരണമാറ്റം തന്നെയാണ്. ഇത്രനാളും ബാക്ക് സപ്പോർട്ടായിരുന്ന ബൈഡൻ ഭരണത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി അധികാരത്തിലെത്തുന്നത് ഡൊണാൾഡ് ട്രംപ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ചില വ്യത്യാസങ്ങൾ ഇസ്രയേലിന് ഈ കാര്യത്തിൽ നേരിടേണ്ടതായി വന്നിട്ടുമുണ്ട്. ട്രംപിന്റെ നിലപാട് ഇസ്രയേലിനോടൊപ്പം തന്നെയാണെങ്കിലും പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ വളരെ പോസിറ്റീവായിട്ട് നോക്കിക്കാണുന്ന ഒരു വ്യക്തിയല്ല ഈ ഡൊണാൾഡ് ട്രംപ്.
മാത്രവുമല്ല, അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിനെതിരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അടക്കം കുറ്റക്കാരനായിട്ട് പ്രഖ്യാപിക്കുകയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തു കഴിഞ്ഞു. മാത്രവുമല്ല, പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ തന്നെ ഭിന്ന അഭിപ്രായങ്ങൾ ഇസ്രയേലിനെ കുറിച്ച് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇസ്രയേലിന്റെ ആഗോള സാഹചര്യം ഇപ്പോൾ അത്ര അനുകൂലമല്ല. കാര്യങ്ങൾക്കൊക്കെ ചെറിയ സമയമെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. വൈറ്റ് ഹൗസിലേക്ക് ട്രംപ് കടന്നു വരുന്നതോടുകൂടി മാത്രമേ ഈ അനിശ്ചിതത്വം അവസാനിക്കാനുള്ള സാധ്യതയും കാണാനുള്ളൂ. ഇത്ര നാളും ഹമാസിനോടും ഹിസ്ബുള്ളയോടും പൊരുതി മടുത്തിട്ടല്ല ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഒക്കെ തീറ്റിപ്പോറ്റുന്നത് പശ്ചിമേഷ്യയിൽ ആരാണ്? ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കളെ ഇസ്രയേൽ കൊന്നുകളഞ്ഞപ്പോൾ ആർക്കാണ് ഇത്ര അമർഷം തോന്നിയത്? അതിന്റെ ഉത്തരം ഇറാൻ എന്നു തന്നെയല്ലേ? ആ ഇറാൻ തന്നെയാണ് പ്രഥമ ശത്രു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജൂതരാഷ്ട്രം കളിച്ച കളിയാണ് ഇപ്പോൾ ലോകം കണ്ടത്. നെതന്യാഹു ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇറാനെ മാത്രമാണ്. അവിടെ ലെബനനോ സിറിയയോ മറ്റ് രാഷ്ട്രങ്ങളോ ഒന്നും പ്രസക്തമല്ല. പ്രഥമ ശത്രു ഇറാൻ തന്നെ. മാത്രവുമല്ല, ഇസ്രയേലിനെതിരെയുള്ള പോർവിളി ഇറാൻ നടത്തിയതുമാണ്. അപ്പോൾ ഈ സാഹചര്യത്തെ കൊടുങ്കാറ്റിന് മുൻപേയുള്ള ശാന്തതയായിട്ട് മാത്രം കണ്ടാൽ മതിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. നൗ വി വിൽ ഫോക്കസ് ഓൺ ഇറാൻ എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വളരെ ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നത് ഭാവിയിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പോലുമുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ലെബനനിൽ ഇപ്പോൾ പുനഃസ്ഥാപിക്കപ്പെട്ട സമാധാനത്തിൽ ഹിസ്ബുള്ള വലിയ സന്തോഷവാന്മാരാണ്. ഇത്ര നാളും ഇവിടെ നിന്ന് അകറ്റി നിർത്തിയിരുന്ന UN പീസ് കീപ്പിംഗ് ഫോഴ്സ് ഒക്കെ തന്നെ ഇനി ലെബനിലേക്ക് തിരികെ വരും. അവിടെയുള്ള ജനതയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യും. പതിയെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചുപിടിക്കാൻ ലെബനൻ ജനത ശ്രമിച്ചുകൊണ്ടിരിക്കും. അവരുടെ സന്തോഷം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. അപ്പോഴും നെതന്യാഹു കൺസേൺ ആവേണ്ട ചില കാര്യങ്ങൾ ഇസ്രയേലിലുണ്ട്. ഒന്നാമത്തേത്, അദ്ദേഹം ഇപ്പോൾ നേരിടുന്ന ആഭ്യന്തര സമ്മർദ്ദം തന്നെയാണ്. കാരണം കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി നടക്കുന്ന യുദ്ധത്തിൽ നെതന്യാഹുവിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി സമരം ചെയ്യുക വരെ ചെയ്തിട്ടുണ്ട്. ഹമാസ് ആരംഭിച്ച ഈ യുദ്ധത്തിൽ തടവിലാക്കിയവരെ ഇതുവരെ തിരിച്ചുപിടിക്കാൻ സാധിക്കാത്തതും പ്രതിരോധത്തിന്റെ പേരിൽ ഒരുപാട് പണം യുദ്ധത്തിന് ചെലവാക്കുന്നതും അങ്ങനെ നിരവധി ആശങ്കകൾ ഇസ്രയേലി ജനതയ്ക്ക് ഇപ്പോൾ ഉണ്ട്. യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനുള്ള കാരണം പോലും നെതന്യാഹുവിന്റെ അധികാരമോഹമാണെന്നാണ് ഇവിടെയുള്ള പ്രതിപക്ഷം ആരോപിക്കുന്നത്. മാത്രവുമല്ല, നോർത്ത് ഇസ്രയേലിലെ ജനതയ്ക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് കുറേ നാളുകളായി. സംഘർഷം ആരംഭിച്ച ആ സമയം മുതൽ അവിടെയുള്ള ജനത വളരെയധികം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. എന്നും വെടിയൊച്ച മാത്രമാണ് അവർ കേട്ടത്. അതുകൊണ്ട് തന്നെ പലരും ഇസ്രയേലിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു. ഹിസ്ബുള്ളയുടെ ബോംബാക്രമണം ഒന്ന് ഭയന്ന് മാത്രമാണ് അവർ ജീവനും മുറുകെ പിടിച്ച് ഓടേണ്ടി വന്നത്. ഇസ്രയേലിന്റെ പട്ടാളക്കാരും ജനങ്ങളും അനുഭവിച്ച ദുരിതങ്ങൾക്ക് പ്രതികാര നടപടി ചെയ്യാതെ ഇത്തരമൊരു വെടിനിർത്തൽ കരാറിന് തയ്യാറായതിൽ ഇസ്രയേലികൾക്ക് കടുത്ത അസംതൃപ്തിയുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രയേലി മാധ്യമം റിപ്പോർട്ട് ചെയ്ത ആ പോള് നമ്മളോട് പറയുന്നത്. ഇതെല്ലാം നെതന്യാഹുവിന്റെ മേലുള്ള സമ്മർദ്ദങ്ങളാണ്. ജനങ്ങളെയും രാജ്യ താല്പര്യങ്ങളെയും സഖ്യകക്ഷികളെയും ഒക്കെ പരിഗണിച്ച് മാത്രമാണ് ഇസ്രയേലിന് ഇവിടെ മുന്നോട്ട് പോകാൻ ഇനി സാധിക്കുകയുള്ളൂ. പക്ഷേ നിലവിൽ അവരുടെ വഴി ഏകദേശം ശരിയാണ് എന്നാണ് തോന്നുന്നത്. കാരണം ഇതിലെ മുഖ്യ ശത്രു ഇറാൻ തന്നെയാണല്ലോ. ഹമാസ് ഇസ്രയേലിൽ ആക്രമണം നടത്തിയപ്പോൾ ചിരിച്ച രാജ്യമാണ് ഇറാൻ. ഹിസ്ബുള്ള ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടപ്പോൾ ഇസ്രയേലിനെതിരെ പ്രതികാര നടപടി കൈക്കൊള്ളാൻ പോലും തയ്യാറായ രാജ്യമാണ് ഇറാനെന്ന് കഴിഞ്ഞ ഒക്ടോബർ 1 ലോകം തിരിച്ചറിഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ സായുധ സംഘടനകളായ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഒക്കെ മാറ്റി നിർത്തി ഇനി പ്രഥമ ശത്രു ശ്രദ്ധ കേന്ദ്രീകരിക്കുക തന്നെയാണ് ഇതിലൂടെ ഇസ്രയേലിന്റെ ലക്ഷ്യം. ഇനി കടുത്ത യുദ്ധത്തിലേക്ക് ഈ രണ്ട് കക്ഷികളും കടന്നു ചെല്ലും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രയേലിന്റെ നട്ടെല്ലായിട്ട് അമേരിക്ക നിൽക്കുന്നുണ്ടെങ്കിൽ ഇറാനൊപ്പം നിൽക്കുന്നത് ഇവിടെ റഷ്യയാണ്. ആണവായുധം പോലും എടുക്കാൻ ഭീതിയില്ല എന്ന പുടിൻ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. ഉക്രൈൻ റഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ ആണെങ്കിൽ പോലും ഇത്തരമൊരു സാഹചര്യത്തിൽ പുടിൻ ഒന്നിനും മടിക്കില്ല എന്ന് സമൂഹത്തിന് അറിയുന്ന കാര്യവുമാണ്. ഇറാന് ആയുധങ്ങൾ നൽകി സംരക്ഷിക്കുന്ന റഷ്യയുടെ ശത്രു ശരിക്കും പറഞ്ഞാൽ ഇസ്രയേൽ അല്ല, അത് അമേരിക്കയാണ്. എന്തായാലും ലെബനനിൽ ഇപ്പോൾ നടന്ന കാര്യം വളരെ സന്തോഷകരമാണെങ്കിൽ പോലും ഇതിനൊരു പരിസമാപ്തിയോ അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കുന്നു എന്ന ഘട്ടത്തിലേക്കോ കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുലി പതുങ്ങുന്നത് കുതിക്കാനാണെന്ന് ഒരു പഴമൊഴി ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇസ്രയേൽ ചെയ്യുന്ന ഒരു നടപടിയാണ് ഇതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്രയേൽ കീഴടങ്ങിയെന്ന് ചില രാജ്യങ്ങളൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് പൂർവാധികം ശക്തിയോടെ തിരിച്ചടിക്കാൻ തന്നെയായിരിക്കും ജൂതന്റെ പദ്ധതി. ചരിത്രം പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ ഇസ്രയേലിന് നിരവധി ഉണ്ടതാനും. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റ് ചെയ്യൂ. അപ്പോൾ ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.